നോക്കണേ? എന്തുമാത്രം മാനസിക ടെൻഷൻ അനുഭവിക്കുന്ന ആളെന്ന് അറിയാം നിനക്ക്? അറിയാം നിനക്ക്? ഞാൻ എന്തൊരു ടെൻഷൻ അടിക്കേണ്ടത് അച്ഛനറിയാവോ? നിന്റെ ടെൻഷൻ ഞാൻ അപ്പൊ അച്ഛന്റെ ടെൻഷൻ ഞാൻ അറിയണേ? ആരെടുത്ത് എങ്ങനെ സംസാരിക്കുന്നത് ബോധത്തോടെ തന്നെ സംസാരിക്കണേ തന്നെ. എനിക്കല്ല ബോധമൊക്കെ ഉണ്ട്. അതിനർത്ഥം എനിക്ക് ബോധമില്ലെന്നല്ലേ? അച്ഛൻ ചുമ്മാ എഴുതാപ്പുറം വായിക്കണ്ട അച്ഛാ, എനിക്കിവിടെ ജോലിയുണ്ട്. നീ ഇവിടെ ജോലിയുണ്ട? നീ സേവിച്ചത് മതി. നീ കുഴിമണത്ത് മതി. അതിന് ബെസ്റ്റ് വേറൊരു ഐഡിയ ഉണ്ട്. അച്ഛൻ വന്ന വഴി തന്നെ നെയ്യാറ്റിൻകരയ്ക്ക് നോക്കൂ. ലച്ചു നീ എന്തോ സംസാരിക്കണേ? എന്താടി പറഞ്ഞാട്ടാ? ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് ഇവിടുത്തെ അടിമപ്പണി ചെയ്യാനും ചീത്തോളിയേക്കാളൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ എന്റെ കാര്യം നോക്കി പോകും. ലച്ചുവേ നിന്റെ സംസാരം നിർത്തിക്കോട്ടാ. അച്ഛൻ എന്തോ അച്ഛനും പ്രശ്നം ഉണ്ടാക്കരുത് അച്ഛാ. ഇവിടെ ഞാനാണ് പ്രശ്നം ഉണ്ടാക്കണത്. അച്ഛാ അച്ഛൻ ഇവിടുന്ന് എന്ത് പറഞ്ഞിട്ടാ പോയേ? മക്കളെ 2-3 ദിവസം പോയി നെയ്യാറ്റിൻകര പോയി നിക്കട്ടെ, എന്നിട്ട് വേഗം വരാന്നൊക്കെ പറഞ്ഞ്. എന്നിട്ട് ഇപ്പൊ പോയിട്ട് എത്ര ദിവസമായിരുന്നു? വല്ല പിടുത്തമുണ്ടോ? അച്ഛാ ശരി, ഞങ്ങൾ സമ്മതിച്ച്. അപ്പൂപ്പിന് വയ്യാത്തോനാണ് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് പോയത് എന്നും പറഞ്ഞുകൊണ്ട് ഇത്ര ദിവസം തന്നെ അവിടെ നിന്നത്. അപ്പൂപ്പിനെ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ തന്നെ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞില്ലേ? പാറുവിനെ നമ്മൾ പൊന്നുപോലെ നോക്കുമല്ലോ, ആ വിശ്വാസം. അച്ഛാ അച്ഛൻ ഇനി എവിടെ വേണോ പൊക്കോ, പക്ഷെ പോവാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവും. അല്ലാണ്ട് അച്ഛൻ എങ്ങോട്ടും പോകത്തില്ല. അല്ല അച്ഛൻ എന്തിനാ അച്ഛൻ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കി നടക്കണത്? അച്ഛൻ എന്താ വേണ്ടത്? അച്ഛൻ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി. ഞാൻ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന ആരാ പറഞ്ഞത്? പാറു പറഞ്ഞു. കുട്ടി ഇറങ്ങിയാണല്ലേ അപ്പൊ? നേരത്തെ ചെന്നപ്പോ എന്റെ അച്ഛനും അമ്മയും കൂടെ എന്നെ വഴക്ക് പറയണം. അത് പറഞ്ഞു നിന്റെ അമ്മേരെ വഴക്കും. ട്രെയിൻ വന്നപ്പോഴേ ഇനി പറയാനൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ട്രെയിനിൽ ചാടി ചത്രാന്ന് വിചാരിച്ചു. എന്നിട്ട് ചാടി ചത്ര ഇവിടെയൊക്കെ വന്നപ്പോ നിന്റെയൊക്കെ വായിക്കണം കേൾക്കണം. ഇനി പറഞ്ഞ കിട്ടൂല, ഇനി കിട്ടൂല. അതിന് ഞങ്ങളെയും കിട്ടില്ല. യാതിന് അച്ഛനെ വായിലിരിക്കണത് കേൾക്കാൻ. നീ ഇങ്ങനെ പറയാറായടേ. അച്ഛൻ അങ്ങനെ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അച്ഛൻ ഞങ്ങളെ വാക്ക് പറഞ്ഞു, അത് കുഴപ്പമില്ല. തെറ്റിലേക്ക് പറയാൻ പാടില്ലേ? തെറ്റിലേക്ക് പറയാൻ പാടില്ല. എന്തുകൊണ്ട് പറ്റൂല? അതിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല. ഓഹോ, അപ്പൊ എല്ലാം കൂടെ സംഘം ചേർന്ന് വരട്ടാ നീക്കണല്ലേ? അതിനച്ഛനെ ആര് വരട്ടണ്? അച്ഛൻ പേടിച്ചു. അതെവിടുന്ന് തയ്യാറായിട്ട് നിൽക്കണല്ലേ? എല്ലാം കൂടെ ഒറ്റക്കെട്ടായിട്ട് നടക്കട്ടെ. അല്ല ഞങ്ങളിത് പ്രതീക്ഷയാണ്. ഇവിടെ ഉള്ളത് ഇത്രയും ദിവസം വച്ചുണ്ടാക്കി കഴിച്ച് നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലാതെ കൊച്ചിനെ പൊന്നുപോലെ നോക്കി ഞങ്ങൾക്ക് ഈ ചീത്ത വിളി കേൾക്കണം. അല്ല നിർബന്ധമാണല്ലോ, കേൾക്കണമല്ലോ ഞങ്ങള്. എനിക്ക് കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതിന്റെ കാര്യവും ഇല്ല. ലച്ചുവിന് കല്യാണം കഴിഞ്ഞ അഹങ്കാരം കുറച്ച് കൂടുതലാ. ഇവിടെ ചിലവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കണമെങ്കിലേ അഹങ്കാരത്തോടെ തന്നെ നിൽക്കണം. എന്താ കേശു, എന്തെങ്കിലും കഴിക്കാൻ വേണമെങ്കിൽ അച്ഛനോട് പറ, അച്ഛൻ ഉണ്ടാക്കി തന്നോളൂ. അഹങ്കാരം കണ്ട അവിടെ ചേച്ചി പോയാലും എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല. അച്ഛൻ എന്താ ഉണ്ടാക്കി കഴിച്ചോ? ബാബന്നെ നീ എന്തായാലും ലച്ചേച്ചി അടുക്കളയിലോട്ട് കയറൂല. വൃത്തിയായല്ലോ. ഞാൻ പോണു. ഈ പട്ടിണി അടക്കത്തേ ഉള്ളൂ എല്ലാരും കേട്ടോ. അല്ല ഞാൻ എന്റെ വീട്ടിൽ തന്നെ കയറി വന്നു. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ഇവിടെ പോയെല്ലാം കൂടെ ശിവ പാറോ പാറോ ശിവ മുടിയാ കുഴപ്പമില്ലാതെ ലച്ചു ഇവിടെ പോയി വിളിച്ചിരിക്കണ. എല്ലാം കൂടെ ടീമോടാന്നൊക്കെയാണല്ലേ? എന്താ എല്ലാം കൂടെ വളഞ്ഞിരിക്കുന്നത്? എന്താ ഞാൻ കാര്യം പറയാം. തലയെടുത്തെന്ന് കരുതി വായിത്തോനെ വിളിച്ച് പറയണണ്ടല്ലോ, ഇടിച്ച് മൂലക്കൊന്ന് ഇടിച്ച് ഭസ്മായി കളയാൻ, ധൂളിയായി കളയാൻ. ഭീഷണിയാണോ? ഭീഷണിയൊന്നും വേണ്ട കേട്ടോ. അമ്മ വരട്ടെ, അമ്മയ്ക്കുള്ളത് വേറെ വെച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ച അമ്മ അച്ഛനെ കാട്ടി ഭേദമാണിത്. ഇതിപ്പോ അച്ഛൻ്റെ ഒപ്പം കൂടിയിട്ട് അമ്മയും മോശമായി. ഇപ്പൊ ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? പിന്നെ പ്രശ്നം എന്തോന്ന്? അതിന് ഞങ്ങളും ചോദിക്കണേ, പ്രശ്നം എന്താ? അച്ഛനല്ലേ അച്ഛാ ഇപ്പൊ കയറി വന്നിട്ട് ഞങ്ങളോട് ചൂടാവണത്? കയറി വന്ന് ഞാൻ ചൂടായി, നിങ്ങളും ചൂടായി, തീർന്നില്ല പ്രശ്നം. പിന്നെ എന്താ പ്രശ്നം? മനസ്സിലായില്ല. ഇനി എങ്ങോട്ടെങ്കിലും പോവാണെങ്കിൽ കറക്റ്റ് സമയത്തിന് തിരിച്ചു വരാം. അതുപോലെ തന്നെ തിരിച്ചു വന്ന ഒരക്ഷരം മിണ്ടാതെ അവനവന്റെ കാര്യം നോക്കി അങ്ങ് പോവാ. നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കണം. എല്ലാം പിരിഞ്ഞു നോക്കിയപ്പോ കൂട്ടം പിരിഞ്ഞു പിരിഞ്ഞു പോവാനാ? ഓഹോ, അപ്പൊ മനഃപൂർവ്വം കൂട്ടം കൂടി വന്നേണല്ലടാ? ആണെങ്കി അച്ഛാ അങ്ങനെ എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. പോണത് ഒരുമിച്ചാണ് അടുക്കളയില്? അത് ശരി. ഒരുമിച്ച് അടുക്കളയിൽ പോയിക്കൂടെ? ഒരുമിച്ച് അടുക്കളയിൽ പോയിക്കൂടെ? അച്ഛാ ഞങ്ങൾക്ക് ഞങ്ങളുടെ സുരക്ഷ നോക്കിയേ പറ്റത്തുള്ളൂ. ഞങ്ങൾക്ക് ഞങ്ങളുടെ സുരക്ഷ നോക്കിയേ പറ്റത്തുള്ളൂ. കൂട്ടം തെറ്റിമേ ഞാൻ ഇവിടെ ചിലപ്പോ വേട്ടയാടപ്പെടും. അതുകൊണ്ടാണ്. അതെ, സംസാരിച്ച് നിൽക്കാതെ ഒന്നും വരുന്നുണ്ടോ? ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചു? ഞാൻ ഇവിടെ പോയിട്ട് വീടിനകത്ത് കയറി. എനിക്ക് ടെൻഷൻ കൊണ്ട് എനിക്ക് മൂടെ ഒട്ടാ ഞാൻ എന്തോ പറഞ്ഞു.
നിങ്ങളെന്ന് പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് വിട്ടനുസരിച്ച് നിങ്ങൾ എന്നെ വഴക്ക് പറഞ്ഞു അങ്ങോട്ട് ചെറിയ വഴക്ക് കുറഞ്ഞ് ഒത്തീർപ്പായി നീ കൂടുതൽ കളിക്കാന്നുണ്ടല്ല എൻ്റെ സ്വഭാവം മാറും എൻ്റെ അച്ഛൻ അതേ സ്വഭാവം ഉണ്ടെങ്കിൽ ഇടിച്ച് പിരുത്തോ ഞാൻ ആ അല്ല അവിടെ പിന്നെ എന്ത് വളഞ്ഞിക്കണേ എന്താ എന്താ എന്ത് അച്ഛൻ പേടിച്ചു പോയാ? എന്തിന് ഞാനാ എന്താ പറയുന്നത് പേടിക്ക എനിക്ക് പേടിയാ പോടാ പോ പോവാൻ പറഞ്ഞ വെക്കൂറാ എടാ ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലല്ലേ ഈ ദേഷ്യം സോവർ നേരത്തെ പോടും ആ അച്ഛന്റെ സ്വഭാവമൊക്കെ മാറുവോ? ആ മാറും കേശുവേ അച്ഛന്റെ സ്വഭാവം മാറുമെന്ന്. മുടിഞ്ഞോട്ടായി അച്ഛന് ദേഷ്യം വരുമെന്ന്. അച്ഛന് ദേഷ്യം വരണ്ട അച്ഛാ? ആ ഇല്ല എന്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കച്ചാ വരട്ടെ എവിടെ വരെ പോകുന്ന നോക്കട്ടെ. ദേഷ്യം വന്നാണ്ടല്ലോ അറിയാല്ല എല്ലാം കൂടെ വാങ്ങിച്ച് കിട്ടും അതുകൊണ്ട് പോവാ മര്യാദയ്ക്ക് എൻ്റെ കയ്യിലെടുത്താ പോടേ. അപ്പൂപ്പന് വയ്യ എന്ന പേരിൽ നെയ്യാറ്റിങ്കരയിൽ പോയി. പിന്നെ കുഴപ്പമൊന്നുമില്ലെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്ന് നേരെ അമരവിളക്ക് പോയി. പിന്നെ അവിടെ നിന്ന് ചെങ്ങല് അമ്പലത്തിൽ പോയി. പിന്നെ വേറെ എവിടേക്കോ പോയി. പിന്നെ വേറെ എവിടെ പോയാച്ചാ? കുടുംബക്കാരുടെ വീട്ടിൽ മൊത്തം കേറി ഇറങ്ങി. എന്നിട്ട് എവിടെച്ചാ? കന്യാകുമാരിയൊക്കെ പോയാ? കന്യാകുമാരി പോയില്ല. കന്യാകുമാരി പോയില്ല, ബാക്കി എല്ലാ സ്ഥലത്തും പോയി. വിഴിഞ്ഞത്തൊക്കെ പോയല്ല. എന്നിട്ട് ചിപ്പി കക്ക അതെല്ലാം കൂടെ മീന് എല്ലാം കൂടെ അടിച്ചു പൊളിച്ചിട്ട് ഭാര്യയും ഭർത്താവും രായ്ക്ക് രാമാൻ അവിടുന്ന് വണ്ടി കയറി പകൽ ഇങ്ങോട്ട് വന്നിട്ട് അമ്മയെ സേഫ് ആക്കാൻ വേണ്ടി അങ്ങോട്ട് മാറ്റി ഓഫീസിലോട്ട് വിട്ടിട്ട് ഇങ്ങോട്ട് കയറി വന്ന് പിള്ളേരുടെ നെഞ്ചത്ത് പൊങ്കാലിടണ്. പഴയ ട്രിക്കേനി ഇവിടെ നടക്കത്തില്ല. ഞങ്ങൾ മാത്രം ഒതുങ്ങിയാ പോരാ അച്ഛാ, നിങ്ങൾ ഒതുക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾ ഒതുക്കും. ആ അതൊക്കെ പതുക്കെ പറയടാ, നാട്ടുകാരെ നാണക്കെടാണ് എനിക്ക്, നിങ്ങൾക്ക് നാണക്കെടാണ്. ഞങ്ങൾക്ക് തിരിഞ്ഞും പിരിഞ്ഞും നോക്കാനൊന്നുമില്ല. അല്ല ഞാൻ അങ്ങോട്ട് ചേട്ടാ പോയില്ലേ, ഞാൻ ഇതിൻ്റെ അമ്മയും കൂടെ, അത് ആര് വിളിച്ച് പറഞ്ഞു തന്ന്? അയ്യോ നമ്മളെ അത് നൈസിലൊരു സാധനം കൊണ്ട് ഇട്ട് തന്നെയല്ലേ. അതായിരുന്നാ? ഓ ഞാൻ മണ്ടായി. ഇപ്പോഴാലും മനസ്സിലായല്ലേ? എന്താണ് ഇപ്പോഴാലും ഞങ്ങൾക്ക് മനസ്സിലായല്ലോ നിങ്ങൾ രണ്ടുപേരും കൂടെ കറങ്ങാൻ പോയ കാര്യം. കറങ്ങാൻ പോയെങ്കിലേ കാര്യമായി പോടാ. എടാ ഞാനും എൻ്റെ ഭാര്യയും കൂടെ നമുക്ക് തോന്നിയെടുത്ത് പോടാ, ഇഷ്ടമാണ് പോകടാ. നീ കേടാ ചോദിക്കാൻ? നീ കേടാ പോടാ. അയ്യ വായിക്കാൻ നോക്കിയാണ് കളിച്ച് പോടാ. ചേട്ടാ എന്തേ എന്തോ കളിക്കല്ലേ, വയസ്സായിരിക്കാണ്. വയ്യ വിട് വിട് വിട്. അയ്യാ ഇനി ഇവിടെ അടങ്ങിയിരുന്നോളാം. നീ കളിക്കാൻ വന്നാണ്ടല്ലോ. വളരെ പണ്ടേ ഭാര്യ എടുത്ത് ദേഷ്യപ്പെടാൻ പറ്റൂല, വന്നിപ്പോ പിള്ളേരടുത്തും ദേഷ്യപ്പെടാൻ പറ്റാതെ എൻ്റെ അമ്മ.